സാർ, ഞാൻ 2013 പാസ് ഔട്ടായ ഒരു ആയുർവേദ വിദ്യാർത്ഥിയാണ്. അപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് ആദ്യമായൊരു പുതിയൊരു ഡോക്ടർ ഒരു ക്ലിനിക്ക് ഇടുക, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ സീനിയേഴ്സായി പഠിച്ചിറങ്ങിയ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ആദ്യമായിട്ടൊരു ക്ലിനിക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടില്ല എന്നുള്ളതാണ്. കാരണം മുക്കിന് നമ്മുടെ ഒരു ടൗണിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ആയുർവേദ ക്ലിനിക്കുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നെങ്കിൽ പിഴിച്ചില്, ഉഴിച്ചില്, ജാനുവസ്തി, കടിവസ്തി, ഈ ഒരു മേഖലയല്ലാണ്ട് വേറൊരു മേഖലയിൽ പോലും നമ്മുടെ ശാസ്ത്രത്തിന് മികവ് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആയുർവേദം എന്ന് പറയുമ്പോഴേ ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്നത് ഒടിവും ചതവും കിഴിവും മാത്രമാണ്. ഇതിൽ നിന്നും നമ്മുടെ ശാസ്ത്രത്തെ വേറെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ചിന്തിക്കത്തക്ക രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ ആയുർവേദത്തില് തിരുമ്പും കിഴിയും പിഴിച്ചിലും പൂർവ്വപരമായിട്ട് പറഞ്ഞിരിക്കുന്നതിനെ മറ്റൊരു രീതിയിൽ അല്പം എക്സാജുറേറ്റ് ചെയ്ത് അല്പം പർവ്വതീകരിച്ച് മർമ്മ ചികിത്സകളുടെ ഒരു പരിശീലന രീതിയായിട്ട് പഴയ ആയുർവേദ വൈദ്യ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് പിന്നീട് ഒരു മുഖ്യധാരാ ചികിത്സയുടെ ഭാഗമാക്കി ശമന ചികിത്സയെ പൂർണ്ണമായിട്ടും കണ്ടില്ലെന്ന് നടിച്ചിട്ട് അക്കാഡമിയിൽ ശമന ചികിത്സയെ കുറിച്ച് വെറുതെ പഠിക്കുകയും മാത്രം ചെയ്തിട്ട് അതിനെ പരിശീലിപ്പിക്കാതെ ഇത്തരം കളരി പാരമ്പര്യ ഒഴിച്ചിൽ മർമ്മ ചികിത്സാ സമ്പ്രദായങ്ങളെ മാത്രമാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് ജനങ്ങളുടെ ധാരണയെന്നും അതുവഴി ജനങ്ങളിൽ നിന്ന് സപ്പോർട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരു ഒരു 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 കൾച്ചർ, ഒരു സംസ്കാരം അധ്യാപകരുടെ ഭാഗത്തു നിന്നും അക്കാഡമിയുടെ ഭാഗത്തു നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള വൈദ്യന്മാരുടെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള യുവ ആയുർവേദ ഡോക്ടർമാർക്ക് ഇത് തന്നെയാണ് ഇതിൻ്റെ സംസ്കാരമെന്ന് മനസ്സിലാക്കി പറ്റിയത്. മറ്റൊരു രീതിയിൽ അവരെ കൊണ്ട് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് കിട്ടിയിട്ടില്ല. അനുഭവങ്ങളില്ലാത്തതുകൊണ്ടാണ്. മരുന്നുകൾ നന്നായി കിട്ടുന്നില്ല. അപ്പൊ നല്ല മരുന്നുകൾ കൊടുത്ത് രോഗം മാറ്റി മരുന്നുകളുടെ ഒരു ശമന പ്രക്രിയ വഴി രോഗിയുടെ രോഗം മാറി അധികം കുട്ടികൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന നമ്മുടെ സൊസൈറ്റിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളായ പ്രമേഹം, ഷുഗർ, അതേപോലെ കൊളസ്ട്രോൾ പോലത്തെ ഡിസീസുകൾ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം ഓരോന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ വൈദ്യശാസ്ത്രത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ഓരോന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതിന്റെ ഒതന്റിസിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ അത് എത്രമാത്രം വാലിഡ് ആണെന്നുള്ളതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം? ആധുനികമായിട്ടുള്ള ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ്, മോഡേൺ ലാബ് ഇൻവെസ്റ്റിഗേഷൻസിനെ അനുസരിച്ചല്ല ആയുർവേദം എഴുതപ്പെട്ടിട്ടുള്ളത്. സംസ്കൃത ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥമുക്തമായിട്ടുള്ള രോഗലക്ഷണങ്ങളൊന്നും ഈ പറയുന്ന ഡയബറ്റീസ് മെലിറ്റസുമായിട്ട് ഒരു കോണ്ടക്സ്റ്റിലായിട്ട് നമുക്ക് തുലനം ചെയ്യാൻ പറ്റില്ല. ഒരുപാട് രോഗ വ്യാകരണങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങളുടെ നിദാനം പറയുമ്പോൾ പല രോഗങ്ങളിൽ സമാന ലക്ഷണമായിട്ട് നമുക്ക് ഈ ഡയബറ്റീസിനെ കാണാൻ പറ്റും. ഇപ്പൊ ചിലപ്പോൾ വാതരക്തമായിരിക്കും, ചിലപ്പോൾ അർഷസ് ആയിരിക്കും, ചിലപ്പം വിസർപ്പമായിരിക്കും, ചിലതരം ജ്വരങ്ങളുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഈ ഷുഗർ വന്ന് കാണുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ജെന്യുവിനായിട്ട് ഒരു ആയുർവേദ ഡോക്ടർ ചികിത്സിക്കുകയാണെങ്കിൽ ഷുഗർ അല്ല നോക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ നമ്മൾ ആ രോഗം എന്താണെന്ന് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ വെച്ച് തുലനം ചെയ്ത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട മരുന്ന് കൊടുത്താല് ഈ ഷുഗറൊക്കെ താഴും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അപ്പം ഇതുപോലെയാണ് എല്ലാം. ഭയമാണ്, ജനങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. ഇപ്പോൾ ഷുഗർ അല്പം 120 ഇപ്പൊ തന്നെ ലെവലിൽ താഴ്ത്തിയിട്ട് എല്ലാവരും പ്രീ ഡയബറ്റിക് ആക്കിയിട്ട് വെറുതെ മെറ്റ്ഫോർമിൻ കൊടുത്ത് റവന്യൂ കൂട്ടുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സമൂഹത്തില് ആയുർവേദത്തെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അവിടെയും നമ്മുടെ വ്യക്തിത്വം
കാണിക്കണം. അപ്പോൾ ആയുർവേദത്തിൻ്റെ ആയിട്ടുള്ള വ്യക്തിത്വം നമ്മൾ ജനങ്ങളെ കാണിച്ചു കൊടുക്കണം. അതായത് അവർ പറയുന്ന തെറ്റല്ല എന്നുള്ള ധാരണയിൽ തന്നെ പോട്ടെ, അവരെന്തോ പറഞ്ഞോട്ടെ. പക്ഷെ ആയുർവേദം പറയുന്നത് ഓക്കെ ശരിയാണ്, ആയുർവേദം പറയുന്നതാണ് ശരി എന്ന് ഉള്ളിലെങ്കിലും അലോപ്പതി വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട് പലരും. അതുപോലെ ജനങ്ങളും അത് അംഗീകരിക്കണം. കാരണം അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ വളരെ ഫ്രീ ആണ്. നമ്മൾ ഈ ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ആയുർവേദത്തിൽ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇതിനൊന്നും നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫോർമുലേഷൻ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഷുഗർ കുറയ്ക്കേണ്ട ആയുർവേദ മരുന്നുകൾ യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു ചിന്താഗതിയാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിദാനം ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മുടെ രോഗം ഏത് രോഗമാർഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് രോഗത്തെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കറക്റ്റ് മായമില്ലാത്ത മരുന്നുകൾ ശമനമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പല രോഗികൾക്ക് സുഖമായിട്ട് ഇംഗ്ലീഷ് മരുന്ന് നിർത്താനും പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ ഒക്കെ മാറുന്നതായിട്ട് എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ സർ, അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ +2 നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് +2 കഴിഞ്ഞിട്ടുള്ള എൻട്രൻസ് എക്സാമും അതിനെ തുടർന്നുള്ള നമ്മുടെ ഉപരിപഠനമാണ്. അപ്പം നമ്മളിന്ന് അഭിമുഖീകരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആയുർവേദം എന്നത് സംസ്കൃതമുള്ള ദേവഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ്. അപ്പം എത്രമാത്രം നമുക്കിതിനെ ഒരു സംസ്കൃതം പഠിക്കാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയും ഈ ശാസ്ത്രശാഖയെ? യാതൊരു രീതിയിലും സംസ്കൃതം പഠിക്കാതെ ആയുർവേദം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അത് വാസ്തവം തന്നെയാണ്. +2 എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനികമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ്. അപ്പോൾ നഴ്സറി മുതൽ ഇവിടെ സംസ്കൃതം പഠിപ്പിക്കുന്ന ഒരു ശൈലി ഇല്ല. ഇംഗ്ലീഷാണ് നമ്മുടെ പ്രധാന മീഡിയം. മാതാപിതാക്കൾക്കും സമൂഹത്തിനും എല്ലാ നിയമവ്യവസ്ഥകൾക്കും അത് മതി. സംസ്കൃതത്തെ ആരും പരിഗണിക്കുന്നില്ല, എന്നും അവഗണനയേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുള്ള ഈ ആയുർവേദത്തിനും തീർച്ചയായിട്ടും അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അപ്പൊ ഇത് പഠിക്കാതെ സംസ്കൃത ഭാഷ, സംസ്കൃതം നമ്മൾ ഫ്രഞ്ച് എന്നൊക്കെ കേട്ടു പരിചയമില്ലാത്ത ഭാഷയെ പോലെ പെട്ടെന്ന് വന്ന് +2 കഴിഞ്ഞ് പെട്ടെന്ന് അതിലേക്ക് വന്ന് വീഴുന്ന കുട്ടികളാണ് ആയുർവേദ വൈദ്യ വിദ്യാർത്ഥികൾ BAMS ഫസ്റ്റ് ഇയറിൽ. അപ്പൊ സംസ്കൃതം ഹിന്ദിയുടെ കൂട്ടി ഡിജിറ്റ് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാം. പക്ഷെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഭാഷയാണെന്ന് അറിയാമല്ലോ വലിയ. അപ്പോൾ ഈ ഹിന്ദി പോലെ ഡിജിറ്റ് ആയതുകൊണ്ട് ഒരു മനസമാധാനം ഉണ്ടെന്നല്ലാതെ അതിന്റെ സംസ്കാരവും അതിന്റെ സാഹിത്യവും അതിന്റെ പഠന ശൈലിയും വ്യാഖ്യാന രീതിയും ഒക്കെ തികച്ചും വ്യത്യസ്തമാണ്. സാർ, അതന്നെ സാർ. അപ്പം നമ്മളിത് എങ്ങനെ നമ്മുടെ പ്രാക്ടീസിൽ നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും? ഇത്രമാത്രം ഒരു പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ സംസ്കൃതം ബേസ് ഇല്ലാത്ത ഒരു ആയുർവേദിക് പ്രാക്ടീഷണർ എത്രമാത്രം നമ്മുടെ ചികിത്സയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും? കൊള്ളാം. അപ്പൊ ഇങ്ങനെയുള്ള ചുറ്റുപാടില്, ഇങ്ങനെയുള്ള പരിമിതികളുള്ള ചുറ്റുപാടില് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ രോഗലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടു മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓരോ രോഗ അധ്യായത്തിൽ നമ്മൾ പഠിച്ച എല്ലാ സംഗതികളും എടുത്ത് നോക്കുമ്പോൾ ഓരോ രോഗങ്ങൾക്കും അതിനാദ്യം തന്നെ ഗ്രന്ഥപരീക്ഷ, ഏത് ഗ്രന്ഥമാണ് രോഗനിദാനത്തിൽ പഠിക്കേണ്ടതെന്നും പരിശീലിക്കേണ്ടത് ആദ്യം ഒരു ഡോക്ടർ തീരുമാനിക്കണം. ചരകം വേണോ, സുശ്രുതം വേണോ? കാരണം അതിന്റെ വ്യാഖ്യാന രീതി വ്യത്യാസമുണ്ട്. അഷ്ടാംഗ ഹൃദയം വേണോ, മാധവനിദാനം വേണോ, അഷ്ടാംഗ സംഗ്രഹം വേണോ? ഒരു പുസ്തകം മാധവനിദാനമാണ് എന്നെ സംബന്ധിച്ച് കുറെ ലളിതവും എളുപ്പത്തിൽ നമുക്ക് ഹൃദയസ്ഥമാക്കാൻ പറ്റുന്നത്. അപ്പോൾ രോഗലക്ഷണങ്ങൾ നമ്മൾ ഒരു മുഖ്യധാര ചിന്താഗതിയായിട്ട് ഒരു ഗ്രന്ഥത്തെ തിരഞ്ഞെടുക്കുകയും ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന രോഗലക്ഷണങ്ങളെ നമ്മളൊരു പുസ്തകത്തിലേക്ക് മാറ്റി എഴുതിയിട്ട് അതിലെ കീ പോയിന്റ്സ്, ഇപ്പം ചുമയാണെങ്കിൽ 5 തരം ചുമ, വാത, പിത്ത, കഫ, ക്ഷത, ക്ഷയം അല്ലെ. അപ്പൊ ഈ ലക്ഷണങ്ങള് കീ പോയിന്റ്സ് ആവർത്തിച്ച് വരുന്ന ലക്ഷണങ്ങളെ മാറ്റി നിർത്തിയിട്ട് ആ വിശേഷ ലക്ഷണങ്ങൾ ഏതിൽ പ്രതിഫലിക്കുന്നു എന്നൊന്ന് സർവേ നടത്തുക ഒരേ ഗ്രന്ഥത്തിൽ തന്നെ. അതിൽ കൂടുതൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രം മറ്റു പുസ്തകങ്ങളെ ആശ്രയിക്കുക. അപ്പൊ മനസ്സിലാണല്ലോ. അപ്പൊ ബൃഹത്തറിയാകാം, ലഘുത്തൊഴി ആയാലും മറ്റ് നിഘണ്ടുകളാണെങ്കിലും മറ്റ് സംഹിതാകാലത്തിൽ എഴുതിയ ഈ സംഹിതാകാലത്തിന് ശേഷം എഴുതിയ
4ാം നൂറ്റാണ്ടിനും 9ാം നൂറ്റാണ്ടിലും ഇറക്കി എഴുതിയ പുസ്തകങ്ങൾ അടക്കം മാതൃകൂണടക്കം ഉള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. പിന്നെ വ്യാഖ്യാനങ്ങൾ പല അവിടെയൊക്കെയാണ് വ്യാഖ്യാനങ്ങൾ സഹായിക്കുന്നത് നമ്മളെ. അപ്പോൾ നമുക്ക് ഇപ്പം ഈ ലക്ഷണങ്ങൾ ഇതുപോലെ റെപ്യൂട്ടേഷൻ വരുമ്പോൾ അപ്പം അങ്ങനെ നമ്മൾ കീ പോയിന്റ്സ് നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് AMA പോലെയുള്ള സംഘടനകൾ വളരെ സാവധാനം നടത്തുക. ഇതിന് സംസ്കൃത ഭാഷയുടെ ജ്ഞാനം വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇതുവരെ നടക്കാത്തത്. അപ്പൊ ഇത് നടക്കണമെങ്കിൽ ഇപ്പം സംസ്കൃത യൂണിവേഴ്സിറ്റികൾ, സംസ്കൃത സ്കോളേഴ്സ് അവരും കൂടെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ AMA പോലുള്ള സംഘടനകളെയും ഒക്കെ ഒരുമിച്ച് ക്ലബ് ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ നടത്തുമ്പോഴേ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി അതൊരു വഴി അപ്പൊ അത് നടക്കുമ്പോഴേ നടക്കുള്ളൂ. അല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. ഇത്തരം രോഗലക്ഷണങ്ങളെ പുസ്തകം ഗ്രന്ഥപരീക്ഷ നടത്തിയിട്ട് നോക്കിയിട്ട് ലക്ഷണങ്ങളെ അവതരിപ്പിച്ച് നമുക്ക് രോഗത്തെ നമുക്ക് നിർണ്ണയിക്കാം. അല്ലാതെ സംസ്കൃതം പഠിച്ച് ഒന്നേ എന്ന് വ്യാകരണവും ന്യായവും പഠിച്ച് പ്രായോഗികമല്ല. അതുപോലെ തന്നെ സാർ, ഇന്ന് നമ്മൾ ഒരു ആയുർവേദ ഡോക്ടറുടെ കയ്യിലേക്ക് വരുന്ന ഒരു പേഷ്യന്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു അലോപ്പതി മെഡിക്കേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കും. ഇതിപ്പം ഒന്നെങ്കിൽ ഏതൊരു പേഷ്യന്റ് ആണെങ്കിൽ പോലും ഒന്നെങ്കിൽ BP ഗുളിക അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ ഗുളിക കഴിച്ചുകൊണ്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ്, ഇതിന്റെ എത്രമാത്രം കോംപ്ലിക്കേഷൻസ് ഓടുകൂടിയാണ് പേഷ്യൻസ് വരുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാലിൽ പെട്ടെന്നുണ്ടാകുന്ന പെടലെടുമ, കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഒക്കെ കഴിച്ചു വരുന്ന പെടലെടുമ നമുക്ക് ഇതൊരു അലോപ്പതി നോളജ് ഇല്ലാത്ത ഒരു ഡോക്ടർക്ക് എത്രമാത്രം പ്രായോഗികമാണ്, ഇതൊരു ശോഭമാണോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് മരുന്ന് അലോപ്പതിയുടെ കോംപ്ലിക്കേഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അലോപ്പതി ശാസ്ത്രശാഖയുടെ അറിവ് എത്രമാത്രം നമുക്ക് പ്രായോഗികമാക്കാൻ കഴിയും? വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണത്. കാരണം അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് വരുന്ന രോഗികള് നമ്മൾ ആയുർവേദം മാനേജ് ചെയ്യുമ്പോഴും 2 കുഴപ്പങ്ങളാണ്. ഒന്ന്, പല അലോപ്പതി മരുന്നുകളുടെ കൂടെയും നമ്മുടെ പല ആയുർവേദ മരുന്നുകൾക്കും ചേരുകയില്ല. അങ്ങനെ ഒരു താരതമ്യ പഠനം, ഒരു ബോധവൽക്കരണം ആയുർവേദ ഡോക്ടർമാർക്ക് അല്പം കുറവാണ്. ചില അലോപ്പതി മരുന്നിന്റെ കൂടെ നിഫിഡിപ്പിൻ പോലെയുള്ള മരുന്ന് അല്പം തന്നെ എന്തായാലും അല്പം പിടലിനും ഉണ്ടാക്കും. എക്സാമ്പിൾ ഞാൻ പറയാം. അതിന്റെ കൂടെ നമ്മുടെ ചില മരുന്നുകൾ, പ്രത്യേകിച്ച് കടുകുരുഹോണി ചേർന്ന കഷായങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പെടലിമ ചിലപ്പോൾ സെല്ലുലൈറ്റിസ് ആയിട്ട് പോലും മാറിയേക്കാം. ക്രോണിക് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കൺസംഷൻ ഉണ്ടെങ്കിൽ. അപ്പോ ഇത്തരം ഒരു താരതമ്യ പഠനം വളരെ അനിവാര്യമാണ്. ഇപ്പൊ എന്നെ പോലുള്ള ആൾക്കാര് ഇപ്പൊ എനിക്ക് 10-14 വർഷം ഞാനിങ്ങനെ ഇംഗ്ലീഷും ചേർത്ത് കൊടുത്ത് ട്രയൽ ആൻഡ് എററൊക്കെ നടത്തി. ചെയ്യാൻ പാടില്ലായിരുന്നെങ്കിലും പക്ഷെ അത് ചെയ്യാതിരിക്കാൻ വഴിയില്ലായിരുന്നു. അപ്പൊ ആ മരുന്നിന്റെ കൂടെ കൊടുത്ത് സൈഡ് എഫക്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മാറ്റിയിട്ട് വേറെ മരുന്ന് കൊടുത്ത് അങ്ങനെ നിരവധി തവണ ചെയ്താണ്. പകരം ചിലപ്പം ആദ്യകാലത്തൊക്കെ അതിന് പകരം വേറെ ഇംഗ്ലീഷ് കൊടുക്കുക. ഇതൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഫാർമക്കോളജിയിൽ ആ മരുന്നിന്റെ ഇൻഡിക്കേഷൻ, കോൺട്രാ ഇൻഡിക്കേഷൻ, സൈഡ് എഫക്ട്സ്, അൺഡിസൈഡ് എഫക്ട്സ് ഒക്കെ നമ്മൾ പുസ്തകങ്ങളൊക്കെ നോക്കി പഠിക്കണം. കാര്യം അല്ലാതെ നമ്മൾ പിന്നെ ലൈഫ് സേവിങ് മെഡിസിൻസ് ഉണ്ട്. വൈറ്റൽ ഓർഗൻസിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പല കാർഡിയാക് മെഡിസിനും പൾമണറി എഡിമയ്ക്കുള്ള മരുന്ന്, അതൊന്നും നമ്മൾ പെട്ടെന്ന് നിർത്താൻ പാടില്ല. അത് അത്തരം ഒരു അവയർനെസ് ഉള്ള ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഡോക്ടർമാരെ കൊണ്ട് IMAയുടെ ആഭിമുഖ്യത്തിലൊക്കെ ആയുർവേദ ഡോക്ടർമാർക്ക് കൊടുക്കണം. കാരണം അലോപ്പതി ദീർഘനാള് കഴിച്ചാൽ അസുഖം മാറുന്നില്ലല്ലോ, അതായത് മരുന്ന് നിർത്താൻ സാധിക്കുന്നില്ല. പക്ഷെ ആയുർവേദം കഴിച്ചാൽ രോഗം മാറുകയും പിന്നെ അവന്റെ ആ മരുന്ന് അവിടെ കഴിപ്പ് നിർത്തുകയും ചെയ്യാം. അങ്ങനെ അഡ്വാൻറ്റേജ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കാമെന്നുള്ളത് കൊണ്ട് ഈ അലോപ്പതി കഴിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ അതൊരു വലിയ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. അപ്പം ഇതിനാദ്യം വേണ്ടത് അലോപ്പതി മരുന്നുകളെ കുറിച്ചൊരു സാമാന്യ ജ്ഞാനം ആയുർവേദ ഡോക്ടർമാർക്ക് വേണം. മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയല്ല. അപ്പം ഇത് ആ മരുന്നിന് സൈഡ് എഫക്റ്റ് ആണ്, ഈ മരുന്ന് വിഡ്രോ ചെയ്താൽ ഇന്ന അൺഡിസൈറബിൾ എഫക്റ്റ് ഉണ്ടാകും എന്നുള്ള ഒരു വകതിരിവ് ആയുർവേദ ഡോക്ടർമാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് അത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ പറ്റാതെയും വരും, നമുക്ക് ജനങ്ങളുടെ മുഖ്യധാര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ സാധിക്കാതെയും വരും. അതാണ് നമ്മൾ പ്രധാനമായും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി.
അതുപോലെ തന്നെ നമ്മള് മെയിനായിട്ട് ഈ വികസനം എന്ന് പറയുന്ന ഒരു വാക്ക് കേരളവും ഇന്ത്യയൊക്കെ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുകളാണ്. അപ്പം ഭാരതം എന്ന് പറയുന്ന ഒരു മഹത്തായ സംസ്കാരമുള്ള ഒരു രാജ്യത്ത് ചെറിയ ചെറിയ മരുന്നുകളാണെങ്കിൽ പോലും വികസനം എന്ന പേരിൽ ഇപ്പം വല്ല ചെടികളോ മുക്കുറ്റി പോലത്തെ ചെറിയ ചെറിയ ചെടികൾ, വളരെ പ്രസക്തമായിട്ടുള്ള ചെറിയ ചെടികളാണെങ്കിൽ പോലും നമ്മുടെ കഷായങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് മുക്കുറ്റി എന്ന് പറയുന്നത് ഓരോരോ കഷായങ്ങളിൽ. അപ്പൊ അതിന്റെയൊക്കെ അവൈലബിലിറ്റി, അതായത് ദ്രവ്യങ്ങളുടെ അവൈലബിലിറ്റിയെ കുറിച്ച് സാർ എന്താണ് പറയാനുള്ളത്? വികസനം എന്ന് പറയുന്നതും അതെ, നശിപ്പിക്കലാണല്ലോ വികസനം എന്ന് പറയുന്നത്. നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എത്രമാത്രം നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ റിസോഴ്സസുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് നമ്മുടെ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡ്രഗ്സിന്റെ അവൈലബിലിറ്റി ഇന്ന് വളരെ കുറവാണ്, ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെയാണെങ്കിൽ പറയാം. കുറുന്തോട്ടിയാണെങ്കിൽ പോലും അങ്ങനത്തെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണെങ്കിൽ പോലും വളരെ റയർ ആണ്. അപ്പം അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയുന്നത്? സുഖം ധർമാത്, നിത്യസുഖം ധർമ്മത്തെ കൂടാതെ കിട്ടില്ല. അത് വികസനത്തിന്റെ പേരിലായാലും ശരി. ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആയുർവേദത്തെ പറ്റി ഏതാണ്ട് 3500 BC മുതൽ നാളിതുവരെ അത്ര കണ്ട് ക്ഷയിക്കാതെ പുസ്തകങ്ങളിലും ഒക്കെ നിലനിന്ന് വന്ന ഈ മഹത്തായ ഈ വൈദ്യശാസ്ത്രം ഏതാണ്ട് 5-6 ദശാബ്ദങ്ങളായിട്ടാണ് സർവനാശത്തിന് തുടക്കമായത്. അതിന് കാരണം ഈ പറയുന്ന വികസനം എന്ന് പറയുന്ന വാക്കിന്റെ ദുർവ്യാഖ്യാനം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വികസനം എന്ന് പറയുന്നത് ഒരു സത്യമുള്ള വികസനമായിരിക്കണം, ധാർമ്മികമായിട്ടുള്ള വികസനമായിരിക്കണം. നമ്മുടെ പൈതൃക സ്വത്തും നമ്മുടെ പൈതൃക മൂല്യങ്ങളെ, ഭാരതീയ സാംസ്കാരിക മൂല്യങ്ങളെ പരിരക്ഷിച്ചുകൊണ്ട് വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ് ധാർമ്മികമായിട്ടുള്ള ഒരു പ്രവർത്തനം. ഇത് നടക്കണമെങ്കിൽ നേരത്തെ മുക്കൂറ്റിയെ പറ്റി പറഞ്ഞു. ഇതുപോലെയുള്ള മുക്കൂറ്റി എന്ന് പറയുന്നത് ഒരു പ്രാദേശികമായിട്ട് ഇവിടെ മാത്രം കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ ആയുർവേദത്തിൽ സമങ്ക എന്ന് പറയുന്നത് ബയോഫൈറ്റ് സെൻസിറ്റീവ്, പക്ഷെ അത് ഇവിടെ പ്രാദേശികമായിട്ട് സമങ്ക എന്ന വേദിക നാമത്തിൽ പറയുന്ന പകരക്കാരന്റെ കേരളത്തിൽ എടുക്കുന്നതാണ് മുക്കൂറ്റി. അപ്പോ ഇങ്ങനെ നമ്മൾ ആദ്യം വേണ്ടത് ആയുർവേദത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന, യഥാർത്ഥത്തിൽ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന മരുന്നുകൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് അത് ഇന്ന് ലഭ്യമാണോ, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അത് കളിക്കുന്നത്, അതിനെക്കുറിച്ചൊരു അവലോകനം നടത്തുകയും അതിനെ റീവാലിഡേറ്റ് ചെയ്യുകയും അതിന്റെ ശാസ്ത്രീയത തെളിയിക്കുകയും അത് വെച്ചിട്ട് മരുന്നുകൾ കൊടുത്ത് രോഗികളെ കൊടുത്ത് രോഗം മാറ്റുകയും ഒക്കെ ചെയ്യുന്നതാണ് ഒരു ധാർമ്മികമായ വികസനം എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഈ വികസനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ ധന സമാഹരണമാണ്. എന്തിനും ധനകാംക്ഷികളാണ് ഏത് മേഖലയിലും. അപ്പം ധനം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇവിടെയുള്ള ആളുകൾക്ക്, ഇവിടെ പ്രത്യേകിച്ച് കൃഷിക്കാർക്ക് ഈ പറയുന്ന ധാർമ്മികമായിട്ട് തന്നെ ധനം കിട്ടും. എങ്ങനെ? ഇതിന്റെ കൃഷി രീതികൾ അവലംബിച്ചാൽ. അപ്പൊ നമ്മള് ആയുർവേദ ഡോക്ടർമാരെ ഒരു കൂട്ടമായിട്ട് ഒരേ ശക്തിയോടുകൂടി ഒരേ ഫോക്കസോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ യഥാർത്ഥത്തിലുള്ള വേദോക്തമായിട്ടുള്ള ചെടികൾ ഇതാണ് ശരി, ഇതാണ് ഒറിജിനൽ എന്ന് ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇവിടെയൊക്കെ നോളജ് റിസോഴ്സ് വെറുതെ പാഴാവുകയാണ്. അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഡ്രഗ് ഐഡന്റിറ്റി കൺഫേം ചെയ്തുകൊണ്ട് അതിനെ ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ കൊടുത്തിട്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിലോ കുടുംബശ്രീ പോലുള്ള ഈ പല സംഘടനകളുടെ പേരിലോ ഒക്കെ ഒരു വീട്ടിൽ തന്നെ കുട്ടികളും സ്ത്രീകളും തമ്മിൽ വീട്ടിലിരിക്കുന്നതാണെങ്കിൽ അവര് വീട്ടിലത് തനിച്ച് പരീക്ഷയിൽ നിന്നോളൂ. 1 സെന്റ് 2 സെന്റ് 5 സെന്റിനകത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയോട് കൂടി ആയുർവേദ ഡോക്ടർമാർ ഇതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ അത് ധാർമ്മികമായിട്ട് വികസനമായിട്ട് ഞാൻ കണക്കാക്കും. അത് നമുക്ക് ഇൻഡസ്ട്രി ലെവലിൽ ബൾക്കായിട്ട് ചെയ്യാം, കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാം. അപ്പൊ ഈ മരുന്നൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കമ്പനികൾക്ക് കൊടുത്ത് ഈ കമ്പനികൾ നല്ല മരുന്നൊക്കെ ജനങ്ങൾക്ക് ഡോക്ടർമാർ വഴി കൊടുത്താൽ അവർ രോഗം മാറുന്നത് ധാർമ്മികമായിട്ടുള്ള ഒരു വികസനമാണ്. അതിനപ്പുറം ഭൗതികമായിട്ടുള്ള വികസനത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. സർ, അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്, നമുക്ക് ശമന ചികിത്സ ഇന്ന് നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിൽ, കേരളത്തിൽ, തിരുവനന്തപുരം, കണ്ണൂര്
തൃപ്പൂണിത്തുറ പോലുള്ള ഏത് കോളേജസ് എടുത്തു കഴിഞ്ഞാലും ശമന ചികിത്സയേക്കാൾ കൂടുതൽ ശോധന ചികിത്സകൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ മരുന്നിന്റെ ക്വാളിറ്റി ഇന്ന് കിട്ടുന്ന കുപ്പി മരുന്നുകൾ, കാരണം ഞാൻ സാറിന്റെ അടുത്ത് വന്നു നിന്ന ആളാണ്. അപ്പം എനിക്ക് ഇപ്പൊ എത്രമാത്രം പേഷ്യൻസ് ഉണ്ടെന്നും എത്രമാത്രം എനിക്ക് എഫക്റ്റ് കിട്ടുന്നുണ്ട് ഞാൻ അനുഭവിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സും കൂടുതലും ശോധന ചികിത്സകളാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് സാറാണ് എന്താ പറയുന്നത്? വളരെ ലളിതം. അതായത് ദോഷാഹ കദാചിത് കുപ്യന്തേ ജിതാഹ ലംഘനവാചനൈഹി ജിതാഹ സംശോധന യേഷാം ന തേഷാം പുനഃ ഉദ്ഭവഃ. ദോഷാഹ കദാചിത് കുപ്യന്തേ, ഒരിക്കൽ കോപിച്ച ദോഷം, ജിതാഹ ലംഘനവാചനൈഹി, ലംഘനവാചനങ്ങളെ കൊണ്ടാണ് ജയിക്കേണ്ടത്. രോഗങ്ങളെ ശമിപ്പിക്കേണ്ടത് ലംഘനവാചനങ്ങളെ കൊണ്ടാണ്, ശോധന കൊണ്ടല്ല. അവിടെ തന്നെ അത് വന്നു കഴിഞ്ഞു. ഇപ്പൊ ലംഘനവാചനം എന്ന് പറയുന്നത്, ലംഘനം എന്നാൽ ഉപവാസം എന്ന് എടുക്കരുത്. ലംഘനം എന്നാൽ ആ രോഗത്തിന് കാരണക്കാരായിട്ടുള്ള നിദാനങ്ങളെ വർജിക്കുക എന്നോ, ലംഘനം എന്നാൽ ആ രോഗത്തിന് കൊടുക്കുന്ന ആമവാചനങ്ങളായിട്ടുള്ള മരുന്നുകൾ നടത്തുന്ന സംപ്രാപ്തി പീഡനത്തെയും ലംഘനമായി കണക്കാക്കണം. ഓക്കെ, കാരണം സന്ദർഭണജന്യമായിട്ടാണ് കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആമജമാണ് എല്ലാ രോഗം, ആമയും പര്യായം നടത്തുന്നത്. അപ്പോ പാചകം എന്ന് പറയുന്നത് ലംഘനമാണ്. പാചകം എന്ന് പറയുന്നത് നമ്മൾ ഒരു രോഗ കോണ്ടെക്സ്റ്റിൽ ഒരു രോഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വിശേഷ ലക്ഷണങ്ങൾ അനുസരിച്ച് പല ഘട്ടങ്ങളിൽ കൊടുക്കേണ്ടതായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളും യോഗങ്ങൾ, ഗണങ്ങളാകാം യോഗങ്ങളാകാം, അത് കറക്റ്റായിട്ട് നമ്മൾ എടുത്ത് കൊടുക്കുമ്പോൾ ആ മരുന്ന് പോയി ചെയ്യുന്ന പ്രവൃത്തിയാണ് പാചകം. അല്ലാതെ ആമപാചനം എന്ന് പറയുന്ന ഒരു ഒറ്റ വാക്കായിട്ട് എടുക്കരുത്. ആ രോഗത്തിന് നമ്മൾ ആ കൃത്യമായിട്ടുള്ള ഔഷധം പ്രയോഗിക്കുമ്പോൾ ആ ഔഷധം പോയി ചെയ്യാൻ പോകുന്ന പ്രവൃത്തി പാചനമാണ്. ആ രോഗം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള വിശേഷ ആമപാചനമാണ് ആ മരുന്ന്. അപ്പൊ ഇത്രമാത്രം പരമപ്രാധാന്യമുള്ള മർമ്മപ്രാധാന്യമുള്ള ഈ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മറന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ ഔഷധ ദൗർലഭ്യം കൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്, അത് മനസ്സിലാക്കണം. അപ്പോ ജിതാഹ, അപ്പം സംശോധന യേഷാം. ഇനി എന്നിട്ടും ചില രോഗങ്ങൾ ഋതുജമായിട്ടും കാലജമായിട്ടും വീണ്ടും രോഗസ്വഭാവം കൊണ്ടുമൊക്കെ വീണ്ടും വരാൻ സാധ്യതയുള്ളത് കൊണ്ട് മാത്രം അതിന് സംശോധനകൾ ചിലപ്പം വിശേഷമായിട്ട് വൈദ്യുതിയുക്തി അനുസരിച്ച് ചെയ്യേണ്ടി വരും. ഇനി അതല്ലാതെ സീസണലായിട്ട് ഋതുചര്യയുടെ ഭാഗമായിട്ടുമൊക്കെ നമുക്ക് ഈ ശോധനകൾ ചെയ്യാം എന്നല്ലാതെ ശോധന ചികിത്സ അഥവാ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു മുഖ്യധാര ചികിത്സയായിട്ട് കൊണ്ടുവരണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതങ്ങനെ ആയിപ്പോയതാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഔഷധ ദൗർലഭ്യം കൊണ്ട് ശുഭാപ്തിവിശ്വാസം കുറഞ്ഞ ഒരു സമൂഹത്തിലെ ശോധന ചികിത്സയ്ക്ക് അല്പം കൂടുതൽ മുൻതൂക്കം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് അതിന്റെ വാസ്തവം. സാർ, അതുപോലെ ഇന്ന് ഫാസ്റ്റ് മൂവിങ് വേൾഡ്. അപ്പൊ നമ്മൾ ഇന്ന് ഇതൊരു സാർ, ഇന്ന് നമ്മൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം നമുക്ക് അവരുടെ കയ്യിലേക്ക് ആയുർവേദത്തിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി നമുക്ക് എത്തിക്കാൻ കഴിയും. കാരണം ഇന്ന് നമ്മൾ കുട്ടികൾ ഒന്നാമത് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാണ് ആയുർവേദത്തിന് പോകുന്നത്. ഒന്നെങ്കിൽ MBBS സീറ്റ് കിട്ടാണ്ട് ആയുർവേദത്തിന് പോകുന്നു. ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞ് എന്നെ പോലെ അല്ലെങ്കിൽ എന്റെ കൂടെ പഠിച്ചിറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, റിസോർട്ടുകളിലും എല്ലായിടത്തും വർക്ക് ചെയ്യുന്നത് എനിക്കറിയാം. കാരണം ഞാൻ സാറിന്റെ അടുത്ത് വന്നുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കബിലിറ്റിയും പ്രാക്ടീസ് ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള ഒരു ബോധം എനിക്ക് വന്നെങ്കിലുണ്ട്. കാരണം അതേപോലെ എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ അടുത്ത് അല്ലെങ്കിൽ വേറെ ഡോക്ടേഴ്സിന്റെ അടുത്ത് നിൽക്കാതെ നല്ല പ്രാക്ടീസ് ഉള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് കാണാത്ത പിള്ളേരുണ്ട്. അവർക്ക് നമുക്ക് എങ്ങനെ എന്ത് പറയാൻ പറ്റും? അവർക്ക് എന്ത് നല്ല പ്രാക്ടീസിലേക്ക് വരാൻ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അഭ്യാസ പ്രാപ്യതേ സിദ്ധി കർമ്മസിദ്ധി പ്രകാശനം. കോൺസ്റ്റന്റ് പ്രാക്ടീസ് ഗിവസ് കോൺഫിഡൻസ്. കർമ്മസിദ്ധി എന്ന് പറയുന്നത് അഭ്യാസം കൊണ്ടേ പറ്റൂ. അഭ്യാസം എന്ന് പറയുന്നത് ശാസ്ത്രീയമായിരിക്കണം. അഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് പ്രാക്ടീസ്. അത് ശാസ്ത്രീയമായിരിക്കണം.
ഒരാൾ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അതിനൊരു വിശദീകരണം വേണം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മാനദണ്ഡങ്ങളും ആധുനിക ലോകത്ത് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊന്നും ആയുർവേദം മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിനൊരു ഒരു വിശദീകരണമായിട്ട് പറയാൻ സാധിക്കില്ല. അപ്പൊ ഇന്നത്തെ തലമുറയിൽ വരുന്ന കുട്ടികൾ ഇത്തരം വ്യാഖ്യാനങ്ങള് ജനങ്ങളെ ധരിപ്പിക്കാനും ജനങ്ങളെ സന്തോഷിപ്പിക്കാനും അലോപ്പതി സമൂഹത്തെ സന്തോഷിപ്പിക്കാനും ആധുനിക സമൂഹത്തെ സന്തോഷിപ്പിക്കാനും മാധ്യമങ്ങളെ സന്തോഷിപ്പിക്കാനും ഒക്കെ സംസാരിക്കേണ്ടതും ആശയവിനിമയം നടത്തേണ്ടതും ഒക്കെ എന്താണ്? ആധുനികമായിട്ടുള്ള വസ്തുതകളാണ്. പക്ഷെ അവർ പഠിക്കുന്നത് എന്താണ്? ആയുർവേദമാണ്. അപ്പൊ ഇവിടെയാണ് അവർ ആകെ ആശയക്കുഴപ്പത്തിലാവുന്നത്. അപ്പൊ ഇവിടെ അവര് നിരാശരാകാൻ പ്രധാന കാരണം അവര് പഠിക്കുന്ന സമയത്തും ഇത് കാണുന്നില്ല. ESR കുറയ്ക്കാനുള്ള ആയുർവേദ മരുന്ന് അധ്യാപകൻ ഇതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഇടുത്തിയാണ്. കാര്യം ഒരു സംഹിതകളിലും ESR കുറയാനുള്ള മരുന്നുകൾ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ പഠിച്ച് നിരാശയോടുകൂടി അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഷോക്കാവുന്നത്. ആദ്യത്തെ പ്രൊഫഷണൽ അനാട്ടമി ഫിസിയോളജി ഒക്കെ പഠിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചിട്ട് സെക്കൻഡ് പ്രൊഫഷണൽ ആകുമ്പോഴത്തേക്ക് തെലുങ്കുണ പഠിച്ച ചെറുപ്പത്തിലേക്ക് വരുമ്പോൾ അവിടെ മുതൽ കുട്ടികൾ ഡീമോട്ടിവേറ്റഡ് ആകാൻ തുടങ്ങും. പക്ഷെ അതൊക്കെ പഠിപ്പിക്കുന്നതിന്റെ കുഴപ്പമാണ് ഒരു വലിയ പങ്ക് വരെ. ആ ഏത് കലാലയത്തിനും നല്ല ആയുർവേദ ഡോക്ടർമാരെ വാർത്തെടുക്കാൻ സന്നദ്ധത ഉണ്ടെങ്കിൽ സുഖമായി നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. കോളേജിൽ നിന്ന് അതിന്റെ പ്രൊഡക്റ്റ് തുടങ്ങണം. അതാണ് ഏറ്റവും പ്രധാനം. ഇനി അത് നടന്നില്ലെങ്കിൽ ഓക്കെ, അത് ഇപ്പൊ നടക്കുന്നില്ല എന്റെ അഭിപ്രായത്തിൽ. അത് നടക്കാത്ത സ്ഥിതിക്ക് ഇനി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പഠിച്ചിറങ്ങിയല്ലോ, രജിസ്ട്രേഷൻ ഫസ്റ്റ് റാങ്ക് കിട്ടാം, ഡിസ്റ്റിങ്ഷൻ കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ പഠിച്ചിറങ്ങി ആളുകളെ നമ്മൾ സമൂഹത്തിലെ ഡോക്ടറായിട്ട് ഇറങ്ങുമ്പോൾ ഇവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാത്ത രീതിയിൽ അവരെ പലതവണ അസോസിയേഷനുകൾ വേണം അവരെ ആ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാൻ. ഇന്നിപ്പം ജനങ്ങൾക്ക് ആവശ്യമാണ് ആയുർവേദം എന്ന് തെളിയിക്കത്തക്ക ഒരു അവസരം അസോസിയേഷനുകൾ പ്രദാനം ചെയ്യണം. അതായത് അത്തരം ക്യാമ്പയിൻസ് ഇപ്പം വൃക്ക രോഗങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുക ഭക്ഷണത്തിലെ മായങ്ങൾ. അപ്പൊ അതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയുർവേദ ഡോക്ടർമാർക്ക് നല്ലൊരു ഒരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു പങ്കാണ് നമുക്ക് ഉള്ളത്. നമ്മളിത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമ്മുടെ തന്നെ ഈ അറിവ് നമ്മുടെ സ്വസ്ഥവൃത്തത്തിൽ പിന്നെ ദിനചര്യ വൃത്തചര്യ ഇന്നത്തെ കാലത്തിലാവുന്നതൊക്കെ ഒന്ന് താരതമ്യം ചെയ്തിട്ട് അതെല്ലാം ആളുകൾക്ക് പറഞ്ഞ് സദ്വൃത്തമടക്കം പറഞ്ഞ് മനസ്സിലാക്കണം. അവരെ നല്ല രീതിയിൽ നയിക്കുക, ആ ഡോക്ടർ ഉൾപ്പെടുത്തുന്ന സമൂഹത്തെ. പ്ലസ് ഈ ഡോക്ടർ ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക, മാനസികമായിട്ട് ശാരീരികമായിട്ട്, ആഹാരത്തിന്റെ കാര്യത്തിലും പിന്നെ പുറത്തുനിന്ന് ഇപ്പം കിട്ടുന്ന ഔഷധങ്ങൾ നല്ല മരുന്നുകൾ തിരഞ്ഞെടുക്കാൻ ഒരു ചിന്ത ഉണ്ടാവണം. അപ്പം ഈ മരുന്നുകൾ ജനുവിനായിട്ടുള്ള മരുന്നുകൾ പല രോഗങ്ങൾക്കും പല കമ്പനികളും ഉണ്ടാക്കണം നല്ലതായിട്ട്. ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് 5-10 വർഷം കഴിഞ്ഞു പോകും. അപ്പൊ അതിനെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സ്ട്രീഡസ് പ്രോസസ്സാണത്. മനസ്സിലാണ്ടോ? അതൊരു സ്ട്രീഡസ് പ്രോസസ്സാണ്. നമ്മള് ചികിത്സിക്കാൻ ആദ്യത്തെ ദിവസം നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി 5-10 വർഷങ്ങൾ കൊണ്ടാണ് നമ്മള് ഇതിനെ കുറിച്ച് ഏതാണ്ടൊക്കെ മനസ്സിലാക്കി, ഏതെല്ലാം കമ്പനികൾ ഏതെല്ലാം മരുന്നുകളാണ് നല്ലത് എന്നൊക്കെ മനസ്സിലാക്കി. പക്ഷെ ഇത്തരം ഒരു അവയർനെസ് ആദ്യം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ആശയക്കുഴപ്പം ഉണ്ടാവത്തില്ല. അവരായിട്ട് ഇനിയിപ്പോ പരിശോധിച്ച് വരേണ്ട ഒരു റിസ്ക്കും സ്ട്രെയിനും വരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോഗ്രാംസ് നടത്താതെ നടക്കത്തില്ല. നമ്മള് ലെക്ചേഴ്സ് ആണെങ്കിൽ പോലും തിയറി ബേസ്ഡ് ആണ് ഇപ്പോഴും ആയുർവേദം സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുക, അതേപോലെ ലെക്ചേഴ്സ് കൊടുക്കുക. ഇതൊന്നും ഒരിക്കലും ഒരു ഇന്നൊരു കണ്ടീഷൻ ഒരു തിയറി കോൺസെപ്റ്റ് പറഞ്ഞു കഴിയുമ്പോൾ അതെങ്ങനെ പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് ആരും ആ ബേസിൽ ആരും നമ്മളെ ടീച്ച് ചെയ്തില്ല. അപ്പം അതിന്റെ ഒരു കുറവ് എത്രമാത്രം ഉണ്ടെന്നാണ് സാർ തോന്നുന്നത്? ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം സത്യത്തില് ഒന്നാമത്തെ ദിവസം BAMS പഠിക്കുന്ന സിലബസ് മുതൽ അവസാന ദിവസം ഫൈനൽ BAMS അവസാന ദിവസം വരെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രായോഗികമാണ്.
പക്ഷെ ഒരിക്കലും ഒരു കുട്ടിക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കുഴപ്പം അത്. ആ അധ്യാപകന് അനുഭവം ഒരു ഇപ്പം അതിനായിട്ട് ശരീരരചനയാവട്ടെ, ശരീരക്രിയ ആവട്ടെ, ഏത് കോൺസെപ്റ്റ് എടുക്കുക, അഗ്നി ആവട്ടെ, ഓജസ് ആവട്ടെ, ബലമാകട്ടെ, ധാതു ആകട്ടെ, ദൂഷ്യമാകട്ടെ, ദോഷമാകട്ടെ, സ്രോതസ്സാവട്ടെ, പുരുഷനാവട്ടെ, ഈ സങ്കല്പങ്ങളെല്ലാം പ്രായോഗികമായി ചിന്തിക്കാവുന്ന കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ അപ്ലൈഡ് ആസ്പെക്ട് കലാലയങ്ങളിൽ നിന്ന് വേണം പഠിപ്പിക്കാൻ. അത് വലിയൊരു പോരായ്മയാണ്. അത് പഠിപ്പിക്കുന്ന സമയത്തിന് കുട്ടികൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട കൂടാണത്. അല്ലെങ്കിൽ ചർച്ചകൾ ചെയ്യണം. അധ്യാപകൻ അറിയത്തില്ലെങ്കിൽ ആ കോളേജ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് അവിടെ ചർച്ച ചെയ്ത് വരണം. അത് അങ്ങനെ ചർച്ച ചെയ്തും കൂടാണിത് നർച്ചർ ചെയ്യേണ്ടത്. എല്ലാം പ്രായോഗികമാണ് സാർ. അതുപോലെ ഇന്ന് ആയുർവേദം ഇനി എത്ര കാലം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കും? നല്ല ആയുർവേദം, ഇനി ക്ലാസിക്കലായിട്ടുള്ള ആയുർവേദം, കച്ചവടവൽക്കരിക്കാത്ത ആയുർവേദം എത്ര കാലം നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി എത്ര കാലം ആയുർവേദം നിലനിൽക്കാൻ സാധ്യതയുണ്ട്? നാളത്തെ ആയുർവേദമാണ് ഇന്നത്തെ അലോപ്പതി. ആയുർവേദം മാത്രം നമ്മുടെ സമൂഹം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ BMS സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നതിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരെത്ര പേര് അത് ഉൾക്കൊള്ളും? സാറ് പറയുന്നു നാളത്തെ അലോപ്പതിയാണ് നമ്മുടെ ആയുർവേദം എന്ന്. അത് സാറിന്റെ കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റിൽ എത്ര ആയുർവേദ വിദ്യാർത്ഥികൾ വിശ്വസിക്കുന്നുണ്ട്? ഇത് എത്ര മാത്രം അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ഇത് ചിന്തിക്കാൻ കഴിയും? ചിന്തിക്കാൻ, ആ കുട്ടികൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ആ കോളേജിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അവര് പഠിക്കുന്ന കോളേജാണ് അതിനൊക്കെ കാരണം. ഇപ്പം ഫസ്റ്റ് ഇയറിൽ പോയി ജോയിൻ ചെയ്ത ഒരു കുട്ടി പരീക്ഷ എഴുതാൻ ചെന്നാൽ മതി എന്ന് പറയുന്ന കോളേജുകൾ വരെയുണ്ട് പല സ്ഥലത്തും. അപ്പൊ ആ കോളേജുകളാണ് ഇത്തരം കുട്ടികളെ സൃഷ്ടിച്ചെടുക്കുന്നത്. റെഗുലറായിട്ട് പോകുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കോളേജിലെ കുട്ടികൾ അത്ര വേണ്ട പ്രശ്നങ്ങൾ വരാറില്ല. കുറഞ്ഞ പക്ഷെ അവർ ചിന്തിക്കും. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിച്ചു വരുന്ന ഒരുപാട് കോളേജുകൾ ഇന്ത്യയിലുണ്ട്. അത് വലിയൊരു ശാപമാണത്. അപ്പൊ അത് ആ പ്രവണത ഒരു കാരണവശാലും ന്യായീകരിക്കാവുന്നതല്ല. പക്ഷെ നാളത്തെ തലമുറയെ പറ്റി പറയുകയാണെങ്കിൽ റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അധ്യാപകരെ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിലും കുട്ടികൾ തമ്മിലാണെങ്കിലും ചർച്ച നടത്തി വളരെ ഊർജ്ജസ്വലമായിട്ട് തന്നെ അതിന്റെ ഒരു തീരുമാനത്തിലെത്തുക. ഇപ്പൊ ശരീരരചനയാണെങ്കിലും ക്രിയയാണെങ്കിലും എത്രത്തോളം നമുക്കിനെ പ്രായോഗികവൽക്കരിക്കാം എന്ന് ചിന്തിക്കണം. കുട്ടികൾ ചിന്തിക്കണം. വൈദ്യവിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ചിന്തിക്കണം. അതിലേക്ക് ഒരു നല്ല പ്രായോഗികമായിട്ടുള്ള ആവിഷ്കാരമായിരിക്കണം ഹൗസ് സർജൻസി. അല്ലെങ്കിൽ ഹൗസ് സർജൻസി എന്ന് പറയുന്നത് CCM ഇൻസ്പെക്ഷന് വേണ്ടി കേസെടുത്ത സമയമായിട്ട് മാറ്റരുത്. അല്ലെങ്കിൽ തിരുമാൻ വേണ്ടിയിട്ട് തെറാപ്പിസ്റ്റുകൾ ഒഴിവാക്കിയിട്ട് ഡോക്ടർ ഈ കുട്ടികളെ ഉപയോഗിക്കുന്ന ഒരു വേദിയാക്കി മാറ്റരുത് കോളേജുകൾ. അത് വലിയൊരു ദ്രോഹമാണ്. ആ സമയത്ത് കുട്ടികൾ പഠിച്ച 4 വർഷം പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാനുള്ള സുവർണാവസരമാണ്. പുസ്തകങ്ങൾ നോക്കി, പുസ്തകങ്ങൾ പഠിച്ച്, ഇവർ തമ്മിൽ ചർച്ച ചെയ്ത്, തമ്മിൽ തർക്കിച്ച് ഒരുപാട് കണ്ടെത്തലുകൾ നടത്താം. ഇതിന് പോരായ്മ വളരെ അധികമുണ്ട്. ഈ ഒരു ശീലം നമുക്ക് ഇനിയെങ്കിലും തുടങ്ങിയാൽ നാളത്തെ ആയുർവേദം അലോപ്പതിക്കാരും വലിയ രീതിയിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ട് തന്നെ വളരും. സാർ, ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ശാസ്ത്രശാസ്ത്രം നിലനിന്ന് പോകണമെങ്കിൽ ദ്രവ്യം ആണ് ഏറ്റവും പ്രാധാന്യം. ദ്രവ്യമില്ലാതെ നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രശാസ്ത്രം നിലനിൽക്കില്ല. അതിന്റെ അവൈലബിലിറ്റിയെ കുറിച്ച് സാർ ഒന്ന് പറയാം. കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും ഒന്ന് അഡൽട്രേഷൻ അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഡ്രഗിന്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും മാത്രം നമ്മുടെ ശാസ്ത്രം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് സാർ എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, മരുന്ന് ലഭ്യമാക്കണം. ബഹുകൽപ്പം ബഹുഗുണം സമ്പന്നം യോഗ്യം ഔഷധം. മരുന്ന് ലഭ്യമാക്കണം. ആയുർവേദം ഭാരതീയ വൈദ്യശാസ്ത്രമാണ്. മറ്റൊരു രാഷ്ട്രത്തിന് അവകാശപ്പെടുന്ന ഒരു വൈദ്യശാസ്ത്രമല്ല. ഭാരത സർക്കാർ, കേരള സർക്കാർ, ഓരോ സംസ്ഥാന സർക്കാരുകളും അതിന് ബാധ്യസ്ഥരാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അത് കലാലയത്തിൽ തുടങ്ങാം, മറ്റ് കുടുംബ യൂണിറ്റുകളിൽ തുടങ്ങാം, ഏത് തലത്തിൽ നിന്നാണ് തുടങ്ങാം. ഓരോ പൗരന്റെയും ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ് ആയുർവേദത്തെ പരിപോഷിപ്പിക്കുക എന്നുള്ളത്. കാരണം ലോകം മുഴുവൻ ചികിത്സയ്ക്കായിട്ട് ആയുർവേദത്തിലേക്ക് നാളെ വരും. നമ്മൾ നന്നായിട്ട് ഇവിടെ നിന്നാൽ
അതിന് അധികാരം ഒന്നും കാത്തിരിക്കേണ്ട. നല്ല മരങ്ങൾ ലഭ്യമാകണമെങ്കിൽ അത് കൃഷി ചെയ്യണം. ഒരു കാരണവശാലും വനത്തിൽ എടുക്കരുത്. വനങ്ങളിൽ ഉള്ള മരുന്നുകളും മരങ്ങളും ഒക്കെ കണ്ടറിയാനും യഥാർത്ഥത്തിൽ എന്താണ് അത് ഒറിജിനൽ പൂവ്, അതിന്റെ കായ എങ്ങനെയാണ്, അതിന്റെ വിത്ത് എങ്ങനെ, ഇതൊക്കെ എങ്ങനെയാണ് അതിന്റെ പ്രജനന രീതി, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ വനങ്ങൾ ഉപയോഗിക്കാവൂ. ഇത് ട്രൈബൽ ഗ്രൂപ്പിനെ കേന്ദ്രീകരിച്ചും അഥവാ ആദിവാസികളുടെ ഗ്രൂപ്പ് കേന്ദ്രീകരിച്ചും ഈ ആയുർവേദ കോളേജുകൾ തന്നെ കേന്ദ്രീകരിച്ചും കൊമേഴ്ഷ്യൽ ഫാമുകൾ, സ്കൂൾ കുട്ടികൾ ഒക്കെ ആയിട്ടും സ്കൂൾ എട്ടാം ക്ലാസ് 9ാം ക്ലാസ് കൂട്ടുകളിൽ വഴിയാണ് സാപ്ലിംഗ് ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് രീതിയിൽ ആയുർവേദ ഡോക്ടർമാർ തന്റെ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് സമൂഹത്തിന്റെ ഭാഗമാക്കി ഔഷധ കൃഷിയെ മാറ്റണം. ചെയ്തേ പറ്റൂ. ഔഷധ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വാക്ക് ഡിക്ഷണറിയിൽ ഉണ്ടാവരുത്. കൂവളം എന്ത് മരുന്നും നാളെ ഉണ്ടാവണം. മരുന്നില്ല എന്ന് ഒരു കമ്പനിയും പറയരുത്. അത് പറഞ്ഞത് നമ്മൾ പബ്ലിക്കിലേക്ക് കുറെ ഇറങ്ങി വന്നിട്ട് ആയുർവേദ ഡോക്ടർമാരുടെ കൂട്ടായ്മ, അസോസിയേഷനുകളോട് കൂട്ടായിട്ട് ഓക്കെ. കാരണം എന്താ വെച്ചാൽ പനി, ജലദോഷം, കഫക്കെട്ട്, കാലുവേദന, സമൂഹം എപ്പോഴും ആയുർവേദത്തെ ആശ്രയിക്കുന്ന ഈ പറഞ്ഞ കുറച്ച് രോഗങ്ങൾക്കാണ്. അപ്പൊ സമൂഹത്തിന് അവയർനെസ് വരണമെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന കേസസുകൾ, ഇപ്പൊ സാർ ഡീൽ ചെയ്യുന്ന പോലത്തെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസസുകൾ ഡീൽ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഔഷധങ്ങൾ വേണമെന്നുള്ള അവബോധം ജനങ്ങൾക്ക് വേണം. എങ്കിൽ മാത്രമേ ഈ ഒരു സാർ പറഞ്ഞ രീതി സമൂഹത്തിനും ഒരു എന്താ പറയാ ഒരു അവയർനെസ് കിട്ടിയാൽ മാത്രമേ അവർ അതിന് മുന്നോട്ട് ഇറങ്ങുകയുള്ളൂ. അതിന് ചെയ്യണം. നമ്മൾ ചെയ്യാതെ പറ്റുമോ? ചെയ്യാതെ പറ്റില്ല. അത് കൂട്ടായ്മയോട് കൂടി ചെയ്യണം. സ്വാർത്ഥത ഇല്ലാതെ ചെയ്യണം. സ്വാർത്ഥതയല്ല, നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. എല്ലാവരും കൂട്ടമായി ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടമുണ്ടല്ലോ, അത് ദൈവവിധിയാണ്. കാര്യം എത്ര കാലം നമ്മളത് ജീവിച്ചിരിക്കും? അത് ദൈവവിധിയാണ്. കുറെ കാലം കഴിയുമ്പോൾ കുറെ ആൾക്കാർ പോകും അല്ലെ? അപ്പൊ നമ്മളെല്ലാം ഒരുമിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുക പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പൊ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അടുത്ത തലമുറയിൽ വേറെ കുറെ ആൾക്കാർ വരും. അതൊരു സൈക്കിളാണ്. അപ്പൊ അവർക്ക് ആ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് അവർക്ക് ഭംഗിയായി ചെയ്യാം. ഇത് ചെയ്തില്ലെങ്കിൽ അത് അങ്ങനെ കിടക്കും. ഇനി ചെയ്തേ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു മിഷനാണ് ഞങ്ങൾ കർമ്മബോധക പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.